കിറുകൃത്യമായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രതിരോധ നീക്കം. ലക്ഷ്യം വ്യക്തമായിരുന്നു. തീവ്രവാദം നടപ്പിലാക്കുന്നവരെ മാത്രമല്ല, അത് സംഘടിപ്പിക്കുന്ന സൂത്രധാരന്മാരെയും ഇല്ലാതാക്കുക. ഇന്ത്യയുടെ ഈ തീരുമാനം പാകിസ്ഥാന്റെ പരമ്പരാഗത യുദ്ധ നിലപാടിനെ തന്നെ ഇല്ലാതാക്കി. പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുകയും സൈനികമായി തളർത്തുകയും മണിക്കൂറുകൾക്കുള്ളിൽ അടിയന്തരമായി വെടിനിർത്തൽ തേടാൻ നിർബന്ധിതരാക്കുകയും ചെയ്തു. ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിനും തുടർന്ന് മെയ് 9 26 ഇന്ത്യൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിനും ശേഷമാണ് ഇന്ത്യ തന്ത്രപ്രധാനമായ ഓപ്പറേഷനുള്ള അടിത്തറ പാകിയത്. ഇന്ത്യൻ സൈന്യത്തിന്റെ കണക്കുകൂട്ടലുകൾ വെറും ആവേശത്തിന്റെ പുറത്തായിരുന്നില്ല, അത് കൃത്യമായ നിലപാടുകളോടെയായിരുന്നു. മെയ് 10 അതിരാവിലെ 11 നിർണായക പാകിസ്ഥാൻ വ്യോമതാവളങ്ങളിലൂടെ 90 മിനിറ്റ് ദൈർഘ്യമുള്ള വ്യോമാക്രമണം ആരംഭിച്ചു. ഇത് വെറുതെ ഒരു പ്രത്യാക്രമണമായിരുന്നില്ല, പാകിസ്ഥാന്റെ വ്യോമ യുദ്ധശേഷിയെ തന്ത്രപരമായി വിഘടിക്കുന്നതായിരുന്നു. യുദ്ധം ചെയ്യാനോ അർത്ഥവത്തായ പ്രതിരോധം സ്ഥാപിക്കാനോ ഉള്ള പാകിസ്ഥാന്റെ കഴിവിനെ ക്രമാനുഗതമായി ഇതില്ലാതാക്കി. ചുരുക്കി പറഞ്ഞാൽ പാക് വ്യോമസേനയുടെ നട്ടെല്ല് തകർത്തു. പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇൻസ്റ്റാളേഷനുകളായിരുന്നു ഇന്ത്യയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. ഇതിൽ പാകിസ്ഥാന്റെ ജനറൽ ആസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന സൈനിക VIP ഗതാഗത കേന്ദ്രമായ റാവൽപിണ്ടിയിലെ നൂർഖാൻ എയർബേസ് ഉൾപ്പെട്ടിരുന്നു. അതിനു നേരെയുള്ള ആക്രമണം പ്രതീകാത്മകവും കൃത്യവുമായിരുന്നു. അതുവഴി പാകിസ്ഥാന്റെ ഉന്നതതല ഏകോപനം വിച്ഛേദിക്കപ്പെട്ടു. പാകിസ്ഥാന്റെ ആണവ വിതരണ പ്ലാറ്റ്ഫോമുകളുടെ നാഡീകേന്ദ്രവും എലൈറ്റ് കോംബാറ്റ് കമാൻഡേഴ്സ് സ്കൂളിന്റെ ആസ്ഥാനവുമാണ് സർഗോദ. അതിന്റെ തകർച്ച PIF-നെ വഴിതെറ്റിക്കുകയും അക്ഷരാർത്ഥത്തിൽ ഇരുട്ടിലാക്കുകയും ചെയ്തു. റഫീഖി, മുരീദ്, സിയാൽകോട്ട്, സ്കാർഡു, ജേക്കബാബാദ്, സുക്കൂർ, പാസ്റൂൺ, ചുനിയൻ, ബൊളാരി, പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ, JF-17 തണ്ടേഴ്സ്, മിറേജുകൾ, ഇലക്ട്രോണിക് വാർഫെയർ യൂണിറ്റുകൾ എന്നിവയെല്ലാം ഒരുമിച്ച് തകർക്കപ്പെട്ടു. വ്യോമ സുപ്പീരിയോറിറ്റി സ്ക്വാഡ്രണുകൾ, ഡ്രോൺ ബേസുകൾ, റഡാർ നെറ്റ്വർക്കുകൾ, യുദ്ധത്തിന് തയ്യാറായ വിമാനങ്ങൾ എന്നിവയെയും നിർവീര്യമാക്കി. ഒറ്റ രാത്രി കൊണ്ട് പാകിസ്ഥാന്റെ വ്യോമസേനയെ ഇന്ത്യ നിലംപരിശാക്കി. മണിക്കൂറുകൾക്ക് ശേഷം കൃത്യം പുലർച്ചെ 1:04 ഇന്ത്യയുടെ അടുത്ത ആക്രമണഘട്ടം, ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടു. ഇതിൽ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ ത്വയ്ബയുടെ ആസ്ഥാനമായ മുരിദ്കയിലെയും ഭീകര കേന്ദ്രങ്ങളും ഉൾപ്പെട്ടു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ നടന്ന ഏറ്റവും മാരകമായ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളായ ഗ്രൂപ്പുകളാണിവ. ലക്ഷ്യങ്ങൾ ക്രമരഹിതമായി തിരഞ്ഞെടുത്തവയല്ല, ഓരോന്നും ഭീകരാടിസ്ഥാന സൗകര്യങ്ങളിലെ നിർണായക റോഡുകളായി തിരിച്ചറിഞ്ഞവയായിരുന്നു. അവ നുഴഞ്ഞുകയറ്റം, പരിശീലനം, ഇന്ത്യക്കെതിരായ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യൽ എന്നിവയുടെ കേന്ദ്രങ്ങളായിരുന്നു. സിയാൽകോട്ട്, കോട്ട്ലി എന്നിവ അതിർത്തി കടന്നുള്ള നുഴഞ്ഞുകയറ്റ ലോജിസ്റ്റിക്സിന് നിർണായകമായിരുന്നു. ഭിംപർ ISI ഏകോപിപ്പിച്ച പ്രവർത്തനങ്ങളുടെ ഒരു നാഡീ കേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. ബഹവൽപൂരും മുരിദ്കയും ജെയ്ഷെ മുഹമ്മദിന്റെയും LETയുടെയും പ്രത്യയശാസ്ത്രപരവും പ്രവർത്തനപരവുമായ ആസ്ഥാനമാണ്. 25 മിനിറ്റ് നീണ്ടുനിന്ന ആക്രമണത്തിലൂടെ ഇന്ത്യ ലോകത്തിനൊരു വലിയ സന്ദേശം നൽകി. തങ്ങൾക്കെതിരെ ചെയ്ത തെറ്റിന് പ്രതികരിക്കുക മാത്രമല്ല ഇന്ത്യ ചെയ്തത്, പാകിസ്ഥാന്റെ ഭീകര കയറ്റുമതി സംവിധാനങ്ങളെ വ്യവസ്ഥാപിതമായി തകർക്കുക കൂടിയാണ്. ഇന്ത്യയുടെ ആയുധപ്പുരയിലെ ഗെയിം ചേഞ്ചറാണ് തത്സമയ ടാർഗറ്റിംഗ് ഇൻസ്പെക്ഷൻ സംവിധാനമായ ആകാശ് തീർ. ഇന്ത്യയുടെ DRDO ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് വികസിപ്പിച്ചെടുത്തതും ഇസ്രോയുമായി സംയോജിപ്പിച്ചതുമായ ഈ സംവിധാനത്തിന്റെ ഓപ്പറേഷൻ സിന്ദൂരിനൊപ്പമുള്ള അനാച്ഛാദനം യുദ്ധ ചരിത്രത്തിലെ ഒരു നിർണായക നിമിഷമായി അടയാളപ്പെടുത്തി. ഇത് ഇന്ത്യയുടെ യുദ്ധപ്രവർത്തനങ്ങളുടെ ഭാവി പുനർനിർവചിക്കുകയായിരുന്നു. പാകിസ്ഥാന്റെ വ്യോമ മേധാവിത്വം ഇന്ത്യ പൊളിച്ചു മാറ്റിയപ്പോൾ AI ഡ്രൈവ് ചെയ്ത സ്വയംഭരണ സംവിധാനങ്ങൾ നാളത്തെ യുദ്ധക്കളത്തെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന് ആകാശ് തീർ കാണിച്ചു തന്നു. ISROയുടെ ഉപഗ്രഹ ശൃംഖലയും സ്വയംഭരണ ഇടപെടലിനായി AIയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആകാശ് തീർ ഒരു മൾട്ടി ലെയേർഡ് പ്രതിരോധ ആക്രമണ കമാൻഡ് സിസ്റ്റമായി പ്രവർത്തിച്ചു. ഇത് തത്സമയ ഉപഗ്രഹ ഇമേജറി, നാവിഗേഷൻ, സ്വയംഭരണ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ച് വായുവിലൂടെയുള്ള ഭീഷണികളെ കൃത്യതയോടെ ലക്ഷ്യമിടുകയും നിർവീര്യമാക്കുകയും ചെയ്തു. ആകാശ് തീറിന്റെ ആവിർഭാവത്തോടെ ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ പ്രകടനം കൂടിയായി മാറി. ഇന്ത്യയുടെ സൈനിക പ്രതികരണത്തെ ചരിത്രപരമാക്കിയത് 2 തീരുമാനങ്ങളാണ്. 1, പാകിസ്ഥാന്റെ ശാരീരിക ശേഷികളെ നശിപ്പിക്കുക എന്നത്. 2, അതിന്റെ നേതൃത്വത്തെ മാനസികമായി നിരായുധീകരിക്കുക എന്നത്. നൂർഖാൻ വ്യോമതാവളം ആക്രമിച്ചുകൊണ്ട് ഇന്ത്യ ഇസ്ലാമാബാദിന്റെ കേന്ദ്രത്തിന് അടുത്തെത്തി. ഇത് പാകിസ്ഥാന്റെ സൈനിക രാഷ്ട്രീയ ഉന്നതരുടെ ആത്മവിശ്വാസത്തിന് മങ്ങലേൽപ്പിച്ചു. സ്കാർഡുവിൽ ബോംബാക്രമണം നടത്തി. ഗിൽജിത്, ബാൾട്ടിസ്ഥാനിൽ നിരീക്ഷണ വിടവുകൾ സൃഷ്ടിച്ചു. ചുനിയന്റെ റഡാർ അടിസ്ഥാന സൗകര്യങ്ങൾ പ്രവർത്തനരഹിതമാക്കുകയും ചെയ്തതോടെ ഇന്ത്യ ഫലപ്രദമായി പാകിസ്ഥാനെ സ്വന്തം ആകാശത്ത് അന്തരാക്കി.
ഇതൊരു സാധാരണ വ്യോമാക്രമണമായിരുന്നില്ല. ഇന്ത്യൻ വ്യോമസേന, രഹസ്യാന്വേഷണ ഏജൻസികൾ എന്നിവ തമ്മിലുള്ള സമാനതകളില്ലാത്ത ഏകോപനത്തിന്റെ പ്രകടനമായിരുന്നു. ഓരോ ലക്ഷ്യത്തിലുമുള്ള ആക്രമണങ്ങൾ പ്രതീകാത്മകം മാത്രമായിരുന്നില്ല, തന്ത്രപരമായ പ്രത്യാഘാതങ്ങളായിരുന്നു. ഇന്ത്യയുടെ പ്രതികാരം തടയാൻ പലപ്പോഴും ഉയർത്തിക്കാട്ടുന്ന പാകിസ്ഥാന്റെ ദീർഘകാല ആണവ പ്രതിരോധ സിദ്ധാന്തം പൂർണ്ണമായും പൊളിച്ചെഴുതി. ഇന്ത്യയുടെ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭീഷണികളുടെ പൊള്ളത്തരം തുറന്നുകാട്ടി. ഒന്നിനു പുറകെ ഒന്നായി തീജ്വാലകൾ പടർന്നപ്പോൾ ഇസ്ലാമാബാദിന്റെ ചുവന്ന വരകൾ മങ്ങി. വർദ്ധിച്ചുവരുന്ന നഷ്ടങ്ങളും സൈനിക കമാൻഡിനുള്ളിലെ പൂർണ്ണമായ ആശയവിനിമയ തകർച്ചയും നേരിട്ട പാകിസ്ഥാന്റെ DGMO വെടിനിർത്തൽ അഭ്യർത്ഥിച്ച് ഇന്ത്യയെ സമീപിച്ചു. അടച്ചിട്ട വാതിലുകൾക്ക് പിന്നിൽ ആക്രമണം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ കരസേനാ മേധാവി ജനറൽ അസീം മുനീർ US, സൗദി അറേബ്യ, ചൈന എന്നിവയെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ഇന്ത്യ ഇതുവരെ ഓപ്പറേഷൻ പൂർത്തിയാക്കിയിട്ടില്ല. പ്രോട്ടോകോളിൽ ഉറച്ചു നിൽക്കുകയും പാകിസ്ഥാന്റെ ഊർജ്ജ സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കെതിരായ ആക്രമണങ്ങൾക്ക് സജ്ജരായിരിക്കുകയും ചെയ്ത ഇന്ത്യ ഒരു പിൻവാതിൽ നയതന്ത്രത്തിനും തയ്യാറായിരുന്നില്ല. പഴയ നിയമങ്ങൾ ഇനി ബാധകമല്ല. ഇന്ത്യ ഒരു പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണ്. ഭീകരാക്രമണങ്ങൾ എല്ലാ കാലത്തും പൂർണ്ണതോതിലുള്ള പ്രത്യാക്രമണത്തിന് കാരണമാകും. ഇനി ശൂന്യമായ നിലപാടുകളല്ല. വെടിനിർത്തൽ തുടർന്നാലുമില്ലെങ്കിലും സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഏപ്രിൽ 22 ഭീകരാക്രമണത്തിന് മറുപടിയായി എടുത്ത തീരുമാനങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകില്ല. പാകിസ്ഥാൻ ഇതോടെ അപമാനിക്കപ്പെട്ടു. പൂർണ്ണമായ നാശം വരുത്തുന്നതിനു പകരം വെടിനിർത്തലിനായി യാചിക്കാനുള്ള പാകിസ്ഥാന്റെ തീരുമാനം തിരിച്ചറിവിൽ നിന്നല്ല, മറിച്ച് നിരാശയിൽ നിന്നായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ ഇപ്പോഴും പ്രാബല്യത്തിലുണ്ട്. പാകിസ്ഥാൻ വെടിവെച്ചാൽ ഞങ്ങളും വെടിവെക്കും, അതായത് അടിച്ചാൽ തിരിച്ചടിക്കും. അതാണ് ഇന്ത്യയുടെ ഒടുവിലത്തെ നിലപാട്. Subscribe to One India and never miss an update.